യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. മദർ തെരേസയാണോ വീരപ്പനെയാണോ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ഒരാളോട് ചോദിച്ചു. സ്വാഭാവികമായും നമ്മെപ്പോലെ തന്നെ മദർ തെരേസയെന്ന് മറ്റേയാൾ ഉത്തരം പറഞ്ഞു. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിലാണ് അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആകാവൂ എന്ന് നാം ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം ഇവരെ രണ്ടുപേരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ദൈവത്തിന് തന്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിൽ മുഖപക്ഷമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു വലിയ യാഥാർത്ഥ്യം താൻ ഗ്രഹിച്ചുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചു വന്ന ഭാഗത്ത് കൊർനെല്യോസ് എന്ന ശതാധിപന്റെ വീട്ടിൽ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ അനേകർ ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് നാം പഠിച്ചു. അവരോടായി പത്രോസ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. താൻ ഇന്ന് വരെ സാക്ഷിയായത് യഹൂദന്മാരുടെ ഇടയിലാണ്. ശമരിയയിൽ മാത്രമേ വേറെ പോയിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ മറ്റു ജാതികളിലേക്കും സുവിശേഷം പറയാൻ ഒരു വാതിൽ ദൈവം തന്നെ തുറന്നു കൊടുക്കുന്നു. ദൈവം മാനവരാശിക്ക് വേണ്ടി അയച്ച രക്ഷയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പത്രോസ് കൂടിയിരുന്നവരെ അറിയിച്ചു. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു. അവൻ നന്മ ചെയ്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവനോടുകൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനൊക്കെയും സാക്ഷികളാണ്. എന്നാൽ യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തതിന് ശേഷം 40 നാൾ തങ്ങളോട് കൂടെ യേശു ഉണ്ടായിരുന്നു. ഇത്രമാത്രം പറഞ്ഞ് പത്രോസ് പ്രസംഗം നിർത്തിയില്ല. ഇന്ന് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. എന്നാൽ കാതലായ കാര്യം ആരും പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ല. അതിനാൽ തന്നെ മറ്റാരും അതറിയുന്നതുമില്ല. 43-ാം വാക്യത്തിൽ പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. ആദ്യം വേണ്ടത് യേശു ആരാണെന്ന അറിവാണ്. ആ അറിവ് അവനെ വിശ്വസിക്കുവാൻ നമ്മെ സഹായിക്കും. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പാപത്തെക്കുറിച്ച് ബോധ്യം വരികയുള്ളൂ, മാനസാന്തരം സംഭവിക്കുകയുള്ളൂ. ഈ പുറജാതികൾ പത്രോസ് പറഞ്ഞത് വിശ്വസിച്ചു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവനിൽ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ ദൈവം മുദ്രയിടുന്നുവെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു. ആയതിനാൽ പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിന്റെ വകയാണ്. തന്റെ പ്രിയ ശിഷ്യരോട് യേശു പറഞ്ഞു: നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 50-ാം ദിവസം അവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു. എന്നാൽ ഇവിടെ ഇവർ കാത്തിരുന്നില്ല, പ്രത്യേകമായി അധ്വാനിച്ചില്ല, പ്രാർത്ഥിച്ചില്ല എന്നാണോ നാം ചിന്തിച്ചു വെച്ചത്? ഒരിക്കലുമല്ല. കൊർനെല്യോസ് പറഞ്ഞതനുസരിച്ച് അയൽക്കാരും ബന്ധുക്കളും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു ആ ദിവസങ്ങൾ. പത്രോസ് വരുന്നതുവരെ ഏകാഗ്ര ഹൃദയത്തോടെ ഒരുമനപ്പെട്ട് വചനം കേൾക്കാൻ ആകാംക്ഷയോടെ 2-3 ദിവസങ്ങൾ അവർ ആ ഭവനത്തിനുള്ളിൽ ആയിരുന്നു. ഒരുക്കപ്പെട്ട ഹൃദയം, ഒരുക്കപ്പെട്ട വയൽ. പത്രോസ് വിത്ത് വിതച്ചു. അനുകൂല സാഹചര്യത്തിൽ വിത്ത് മുളച്ചു. അവർ സുവിശേഷം വിശ്വസിച്ചു. അത്രമാത്രം മതി. ദൈവം അവരുടെ മേൽ തന്റെ ആത്മാവിനെ അയച്ചു. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. ദൈവത്തെ മഹത്വപ്പെടുത്തി. പരിശുദ്ധാത്മാവെന്ന അതേ ദാനം ജാതികൾക്കും ദൈവം നൽകി. 8-ാം അധ്യായത്തിൽ ശമരിയ വിശ്വസിച്ചു, സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. എന്നാൽ പത്രോസും യോഹന്നാനും വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ദൈവത്തിന് മുഖപക്ഷമില്ല. യഹൂദനെയും ശമരിയെയും ജാതികളെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക്, മാനസാന്തരപ്പെട്ടവർക്ക് ദൈവം തന്റെ ആത്മാവിനെ അയച്ച് അവരെ സ്വീകരിക്കുന്നു, ദൈവഭവനത്തിലെ അംഗങ്ങളാക്കുന്നു. യഹൂദൻ എപ്പോഴും അടയാളം അന്വേഷിക്കുന്നു. പത്രോസും കൂടെയുള്ളവരും യഹൂദന്മാരാണ്. അവർ വിശ്വസിക്കേണ്ടതിനാണ് അന്ന് കൊർനെല്യോസിന്റെ ഭവനത്തെ കൂടിയിരുന്നവരെ ആത്മാഭിഷേകത്താൽ നിറച്ചതും അതിനുശേഷം അവർ മറ്റപ്പോസ്തലന്മാരെ പോലെ തന്നെ അന്യഭാഷയിൽ സംസാരിച്ചതും. ഇന്ന് എല്ലാവരും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആത്മാവ് ലഭിച്ചവരെ അന്യഭാഷ എന്ന അടയാളത്തെ തിരിച്ചറിയാമെന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക: ആത്മാവിന്റെ നിറവിൽ പുതിയ സൃഷ്ടിയായവനെ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അവൻ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, കൊടുക്കുമ്പോൾ, ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ എല്ലാം അവനൊരു ദൈവ പൈതൽ എന്ന അടയാളം മറ്റുള്ളവർക്ക് എപ്പോഴും നൽകുന്നു.
ആത്മാഭിഷേകത്താൽ നിറഞ്ഞ സദസ്സിനെ കണ്ട് എല്ലാവരും വിശ്വസിച്ചു. സ്നാനം കഴിപ്പാൻ ഒരു തടസ്സവും അവർക്കില്ല. കാരണം ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്നെണ്ണാൻ ആർക്കും കഴിയുകയില്ല. തുടർന്ന് ചില ദിവസങ്ങൾ പത്രോസ് ആ വീട്ടിൽ താമസിച്ചു. ഒരു റിവൈവൽ ക്യാമ്പ് തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് അനുമാനിക്കാം. കൂടുതൽ കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലനിൽ നിന്ന് പഠിക്കാനും സംശയങ്ങൾ മാറ്റാനും വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനുമായി മാറ്റിവെച്ച ചില ദിവസങ്ങൾ. ഇന്ന് ആഘോഷങ്ങൾക്കായി നാം ഓരോ കാര്യങ്ങൾ കണ്ടെത്തി ദിവസങ്ങൾ അതിനായി ചിലവഴിക്കുന്നു. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാനോ വചനം പഠിക്കാനോ ദൈവശബ്ദം കേൾക്കാനോ നാം ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ നാം ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവും തിരുവചനവും നമ്മെ സഹായിക്കും. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നോർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.